എന്തൊക്കെയായിരുന്നു. ആര്യൻ റെനയുടെ മുകളിൽ കയറി കിടക്കുന്നു, നെവിൻ ഷാനവാസിനെ അങ്ങനെ പിടിച്ചു ഇങ്ങനെ പിടിച്ചു. ഈ വിഷയങ്ങളൊന്നും തന്നെ ഇവിടെ ഒരു ഇത്തിരി പോലും സംസാരിച്ചിട്ടില്ല. സംഭവം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് എന്താ സംഭവിച്ചതെന്ന്. സംഭവം വേറൊന്നുമല്ല, കമ്മ്യൂണിറ്റി കാർഡ് കീറി. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വൃത്തികെട്ട ഈ ഒരു കുൽസിത ആരോപണങ്ങൾ, ആ കാർഡ് കീറി. നമ്മൾ ഒരു 10 പോയിന്റ്, ഒരു തൊട്ട് മുമ്പത്തെ വീഡിയോ നിങ്ങൾ ഇന്നത്തത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ അങ്ങനെ വേറെ വീഡിയോസ് ഒന്നും ഇന്ന് ഇട്ടിട്ടില്ലായിരുന്നു. അവരൊറ്റ വീഡിയോ 10 പോയിന്റ് ലാലേട്ടൻ സംസാരിക്കണം, അതിൽ 5 പോയിന്റ് സംസാരിച്ചു, 5 എണ്ണം. പക്ഷെ ആ 5 പോയിന്റും ലാലേട്ടൻ സംസാരിച്ച രീതി അടിപൊളിയായിരുന്നു. ആരടുത്തും ചൂടായില്ല. അതുപോലെ തന്നെ എല്ലാം ഭയങ്കര കൂളായിട്ട് മോനെ എന്താ മോനെ എന്ന് ചോദിച്ചാണ് എടുത്തത്. പിന്നെ എന്താണ് ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ സംഭവിച്ചത്, അതായത് ഇന്നലത്തെ ലാലേട്ടൻ വന്ന് സംസാരിച്ച എപ്പിസോഡിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ കുറച്ച് ചിന്തയും അതുപോലെ തന്നെ ബോധവും കുറച്ച് നോളജും എല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ക്വിസ് കോമ്പറ്റീഷൻ ആയിരുന്നു അവിടെ നടന്നത്. അതായത് കുറേയധികം ജനറൽ നോളജും കുറച്ച് കുസൃതി ചോദ്യങ്ങളും അങ്ങനെ ഫണ്ണും കാര്യങ്ങളും ഒക്കെ ചേർത്തിട്ട് നല്ലൊരു അടിപൊളി എപ്പിസോഡ് ആക്കി എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. കാരണം ഇവർക്കൊക്കെ കിട്ടാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു തിരിച്ചടിയായിരുന്നു. ഇനി സംസാരിച്ചതിൽ ഏറ്റവും അടിപൊളി എന്ന് എനിക്ക് തോന്നിയത് അനുമോൾക്ക് പ്ലാച്ചിയെ തിരിച്ചു കൊടുത്ത പ്ലാച്ചി 2.0 തിരിച്ചു വന്ന ആ ഒരു റീ എൻട്രി ആയിരുന്നു അടിപൊളി എന്ന് പറയുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ അവിടെയുള്ള എല്ലാവർക്കും ഭയങ്കര വിഷമം തോന്നി. അവിടെ ആ കൂടി ഹാപ്പി ആയിട്ടുള്ളത് ഈ പറഞ്ഞ അനുമോളും നൂറയും ആദിലയും ഒക്കെ തന്നെയായിരുന്നു. ആ ഒരു പ്ലാച്ച് തിരിച്ചു വരുമെന്ന് ഒരു കാരണവശാലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരുന്നു ആര്യനൊക്കെ. ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായതും ആര്യനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അതൊരു വലിയ സംഭവമായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് കിച്ചണിൽ നടന്ന ഒരു കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ അടിയുണ്ടല്ലോ, ജിഷിന്റെ കാര്യം, അത് ലാലേട്ടൻ എടുത്തു ചോദിക്കുന്നുണ്ട്. അത് പക്ഷെ വളരെ മാന്യമായിട്ട്, വളരെ ദേഷ്യപ്പെടാതെ എന്താണ് ആ പ്രശ്നം, എന്താണ് സത്യത്തിൽ എന്ത് പ്രശ്നമാണ്, അതെങ്ങനെ പരിഹരിക്കാം. അപ്പോൾ ഒനീല് പറയുന്നുണ്ട് ഇവർക്കുള്ള വെജിറ്റേറിയൻ ഫുഡ് ആദ്യമേ ഉണ്ടാക്കാം, അത് കഴിഞ്ഞിട്ട് നോൺ വെജ് ഉണ്ടാക്കി തുടങ്ങിയാൽ മതി എന്ന്. സത്യത്തിൽ അത് പോസിബിൾ അല്ല, കാരണം ഓൾറെഡി തന്നെ അവിടെ ഈ ടൈമിങ്ങിന് കൊടുക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ജിഷിൻ പറഞ്ഞൊരു കാര്യം അവിടെ പറയുന്നുണ്ട്, അതായത് ഒന്നുകിൽ ജിസേല് അല്ലെങ്കിൽ ജിഷിൻ ഇവരെ ഈ ഒരു ആഴ്ചത്തെ കിച്ചൺ ടീമിനകത്ത് ക്യാപ്റ്റൻ ഒനീലാണല്ലോ, അപ്പോൾ ഇടുക എന്നുള്ളതാണ്. അത് ലാലേട്ടൻ പറയുമ്പോൾ അവിടെ ഒനീലിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ലാലേട്ടൻ പറഞ്ഞത് കൊണ്ട് അതവിടെ പോസിബിൾ ആകുന്നുണ്ട്. അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആകുന്നുണ്ട്. പിന്നെ ഗസ്റ്റിനോട് ഷാനവാസ് പെരുമാറിയ രീതിയെക്കുറിച്ച് അത്ര ദേഷ്യപ്പെട്ടൊന്നുമല്ല, വളരെ കൂളായിട്ട് ഷാനവാസിനോട് സംസാരിക്കുന്നത്. ഇങ്ങനെയും ആ ഗെയിം കളിച്ചൂടായിരുന്നു, അതായത് യൂണിഫോം ഇട്ട് പോയി വന്നിട്ട് ആ ബെഡ് അങ്ങോട്ട് വിരിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ അത് കുറച്ചുകൂടെ മാറ്റി ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഭംഗിയായിട്ട് ആ ഗെയിം കളിക്കാൻ പറ്റുമായിരുന്നില്ലേ, ആ ഗെയിം കളിക്കാൻ പറ്റത്തില്ലേ. നിങ്ങളൊക്കെ ആ ഒരു ടാസ്കിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾ പേഴ്സണലി എടുക്കുന്നു. ഇപ്പൊ പ്ലാച്ചിയുടെ കാര്യവും പറയുന്നുണ്ട്. ഷിയാസ് ആ പ്ലാച്ചിയെ ചോദിച്ചപ്പോൾ അനുമോൾ എന്തിനാണ് കൊടുത്തത് എന്ന് ചോദിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ശരിക്കും പറഞ്ഞാൽ വന്ന ഗസ്റ്റിന്റെ അടുത്ത് ഇവർ ഒരു കാരണവശാലും പേഴ്സണൽ ആയിട്ട് നിൽക്കാനേ പാടില്ലായിരുന്നു. അവരുടെ അടുത്ത് പേഴ്സണലായിട്ട് പുറത്തിറങ്ങുമ്പോൾ മാത്രം നിൽക്കണം, ഫുൾ ടൈം ആ ഒരു ടാസ്കിൽ തന്നെ നിൽക്കണമായിരുന്നു. ആ ഒരു കഴിവ് അവിടെ ആർക്കും ഉണ്ടായില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ 10 പോയിന്റിനകത്ത് സാബുമാനെ അപ്രിഷിയേറ്റ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് കറക്റ്റായിട്ട് ചെയ്തു, നന്നായിട്ട് തന്നെ അപ്രിഷിയേറ്റ് ചെയ്തു. പിന്നെ അതുപോലെ അബിയും അങ്ങേയറ്റം കഷ്ടപ്പെട്ട് കിടന്ന് ടാസ്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അബി നല്ല ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ക്യാരക്ടർ വൈസും നന്നായിട്ട് തന്നെയായിരുന്നു പെർഫോം ചെയ്തത്. സോ അതും ലാലേട്ടൻ എടുത്തു പറയുന്നുണ്ട്. പിന്നെ അനീഷിന്റെ കാര്യം, സത്യം പറഞ്ഞാൽ അനീഷിനെ അവിടെ എല്ലാവരും നന്നായിട്ട് എന്താ പറയാ പരിഹസിക്കുന്നത്, എസ്പെഷ്യലി ആദില. ആ കാര്യം ലാലേട്ടൻ അവിടെ ചോദിച്ചിട്ടേ ഇല്ല. പക്ഷേ ആദിലക്കിട്ട് കുറച്ച് കുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൾ അതായത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പോയി ഇടപെടുന്ന രീതിയിൽ ആദിലെ ഒന്ന് കുത്തുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന ഒരു വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്തിട്ടില്ല. എങ്കിലും അനീഷും ഷാനവാസും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് അനീഷ് പറഞ്ഞത് എഗെയിൻ അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ രണ്ടുപേരുടെയും ഫ്രണ്ട്ഷിപ്പ് അവിടെ എഗെയിൻ ഒരു അടുത്ത ആഴ്ച നല്ല രീതിയിൽ കാണാൻ പറ്റും എന്നുള്ളതിൽ പ്രോമിസ് ആണ്. ഉറപ്പായിട്ടും നമുക്കത് കാണാൻ സാധിക്കും. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, നെവിൻ നിങ്ങളും കണ്ടു കാണുമായിരിക്കും. എല്ലാ ആഴ്ചയും ലാലേട്ടൻ വരുമ്പം ഭയങ്കര കൊഞ്ചിക്കൊഴഞ്ഞ് ലാലേട്ടാ ഈ തേനീച്ച ഞാനാണ്, ഈ തേനീച്ച ലാലേട്ടനാണ്, ലാലേട്ടൻ പിന്നിൽ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന നെവിൻ ഇന്ന് എന്ത് പറ്റി? ഒന്നും മിണ്ടിയില്ലല്ലോ, സൈലന്റ് ആയിട്ട് അവിടെ ഇരുന്നു. കാരണം എവിടെയൊക്കെയോ നെവിന് പേടിയുണ്ട് താൻ ചെയ്തതിൽ തെറ്റുണ്ടോ എന്ന്. പക്ഷേ ആ ഒരു തുടങ്ങിയ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് നെവിൻ ആ ഒരു കംപ്ലീറ്റ് സൈലന്റ് ആയിട്ട്, കോൺഫിഡൻസ് ഒന്നും ഇല്ലാതെ, പേടിച്ചും വിഷമിച്ചും ഒരുമാതിരി പിണങ്ങിയൊക്കെ ഇരിക്കുന്നത് കണ്ടതുകൊണ്ടായിരിക്കാം അവസാനം ലാലേട്ടൻ കുറച്ച് വേർഡ്സ് പറഞ്ഞു നെവിന് വേണ്ടി മാത്രം. ഈ പറയുന്ന കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് വന്നു കളിക്കുന്നു എന്നുള്ള കാര്യം കളഞ്ഞേരെ, അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല.
ആ ഒരു കാർഡ് വലിച്ചു കീറിയേറെ. രണ്ടാമത്തെ കാര്യം, ഇവിടെ നെവിൻ എന്തു പറ്റി, സെൽഫ് കോൺഫിഡൻസ് വേണം. അത് ഈ ഒരു മറ്റേ എവിക്ഷനിൽ സേഫ് ആക്കിയത് വെച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാതെ ആ ഒരു വിഷയത്തെ തൊട്ടതേ ഇല്ല. പിന്നെ പറയുന്നുണ്ട് നെവിനോട് കളിക്കാൻ വന്നതാണ്, അത് മാത്രം നോക്കൂ, പ്രേക്ഷകർ നെവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് നെവിൻ വീണ്ടും സേഫ് ആകുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെ എടുത്തു പറയുന്നുണ്ട് കരയാൻ വന്നതല്ല എന്ന്. പക്ഷെ ആ വിഷയം ലാലേട്ടൻ ചോദിക്കാത്തത് തന്നെയാണ് ഷാനവാസിനും നെവിനും ആര്യനും റെനയ്ക്കും ഒക്കെ കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ. സോ എനിക്ക് ഇത്തവണത്തെ ലാലേട്ടൻ എപ്പിസോഡ് ഒന്ന് മാറ്റി പിടിച്ച ആ ഒരു രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ജീവിതത്തിലും സത്യത്തിൽ ഇന്നലത്തെ ആ ഒരു എപ്പിസോഡിൽ ആ ഒരു മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞൊരു സംഭവം എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. ലിവ് ഇൻ ദ മൊമെന്റ്, ആ ഒരു മൊമെന്റിൽ ജീവിക്കുക എന്ന് എടുത്തു പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഫുൾ മെസ്സേജ് ആണ്. നമ്മളൊരു ചെറിയ കാര്യത്തിൽ അതും റിപ്പീറ്റ് ചെയ്ത് ഒരു പ്രശ്നം തന്നെ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കും ബോറടിക്കും. നമ്മൾ പറയാറില്ലേ, സ്ഥിരമായിട്ട് ഒരേ വിഷമം വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ വിഷമത്തെ പോലും നമുക്ക് ബോറടിക്കും. അതുപോലെയാണ് പ്രശ്നങ്ങളാണെങ്കിൽ. എന്നും ഇവിടുത്തെ പ്രശ്നങ്ങൾ ഒന്നുകിൽ തക്കാളി കട്ടു, ക്യാരറ്റ് കട്ടു, ഉള്ളി കട്ടു, അതല്ലെങ്കിൽ അവൻ എന്നെ പിടിച്ചു, ഞാൻ അവനെ ഞോണ്ടി, ഞങ്ങൾ മോളിൽ കയറി കിടന്നു, ഇതൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ. അപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും ഇനി ലാലേട്ടൻ മൈൻഡ് ചെയ്യില്ല എന്ന് ഇവർക്ക് മനസ്സിലായി. വേറെ വല്ല കാരണം ഉണ്ടോ എടുക്ക്, ഇനി അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉത്തരം പറയും. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇന്നലത്തെ എപ്പിസോഡ് ഞാൻ ഇത് ഷൂട്ട് ചെയ്ത് വെക്കുന്നെങ്കിൽ നാളെയാണ് അപ്ലോഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇത് വന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഹാപ്പിയാണ്, കാരണം ഞാൻ നോക്കി വെച്ചിരുന്ന 5 കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് പറഞ്ഞു. ബാക്കി 5 കാര്യങ്ങൾ ലാലേട്ടൻ മനഃപൂർവ്വം കീറിക്കളഞ്ഞു. കാരണം ഇതൊന്നും വേണ്ട, പുതിയ കാര്യങ്ങൾ കൊണ്ടുപോവാ. പിന്നെ പ്ലാച്ചി തിരിച്ചു കിട്ടിയതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ചുരുക്കം പറഞ്ഞാൽ നെവിൻ ചമ്മി നാറി, നമ്മുടെ പ്ലാച്ചിക്ക് നല്ല ഹാപ്പിയായി. പ്ലാച്ചി വന്നതോടുകൂടി നമ്മുടെ അനുമോൾ ഹാപ്പിയായി. അനുമോൾക്ക് അതൊരു പ്രിവിലേജ് ആയി മാറിയിട്ടുണ്ട്. സോ അനുമോളിന്റെ ഗെയിം കുറച്ച് സ്ട്രോങ്ങസ്റ്റ് പ്ലെയർ ആണ് എന്നുള്ള ലെവലിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, എങ്ങനെയാ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യല്ലേ. ഒപ്പം തന്നെ സീൽ ഗ്രാം എന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി തരാം. ബൈ.